അപ്പോൾ ഗൈസ് നമുക്കൊന്ന് മധുരയിൽ പോയി വന്നാലോ. അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങളും പോയി മധുരയ്ക്ക്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ മധുരയും ചെട്ടനാടും ഒക്കെയാണല്ലോ ട്രെൻഡിങ്. ഇത് അതിനൊക്കെ കുറച്ച് മുന്നേ ഞങ്ങൾ പോയൊരു ട്രിപ്പാണ്. 2 ദിവസമാണ് ഞങ്ങൾ മധുരയിൽ നിന്നത്. അതിൽ രണ്ടാമത്തെ ദിവസം കോൺഫറൻസും. ഫസ്റ്റ് ഡേ നമ്മൾ മൊത്തം മധുരയിൽ എവിടേക്കാണ് പോയത്, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് കഴിച്ചത്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ബാച്ച്മേറ്റ്സ് എല്ലാവരും കൂടെ ഉള്ള ആദ്യത്തെ ഒരു ട്രിപ്പും കൂടെ ആയിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് മധുരയിലേക്ക് എത്താമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. PG സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുകൊണ്ട് എനിക്കതൊന്നും ഇപ്പോൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും മുന്നേ പോയിട്ട് ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു സൺറൈസ് കണ്ടു. കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര ഭംഗിയുള്ളൊരു സൺറൈസ് കാണുന്നത്. ഏർലി മോർണിംഗ് പുറപ്പെട്ട് അവിടുന്ന് ആദ്യം തഞ്ചാവൂർ പോയി. തഞ്ചാവൂരിൽ നിന്ന് മധുരയ്ക്ക് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. കുറച്ച് മുന്നേ പോയ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ എനിക്ക് ഓർമ്മയുള്ള സംഭവങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. മധുര എയിംസിൽ വെച്ചിട്ടാണ് കോൺഫറൻസ് നടക്കുന്നത്. പക്ഷെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കോൺഫറൻസ്. ഇതിൻ്റെ ഇടയിൽ ട്രെയിനിൽ ഓരോരുത്തർ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നുണ്ടായിരുന്നു. അവരതിങ്ങനെ ഇവിടെ തൂക്കി വെച്ചിട്ട് പോവും. സോ നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് വാങ്ങിയാലോ എന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടാവും. അങ്ങനെ മധുര എത്താനായപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ട്രെയിനിൽ നിന്ന്. എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. നമുക്കൊരു കേരളത്തിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീൽ. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടോ അല്ലെങ്കിൽ തിരിച്ചൊക്കെ പോകുമ്പോൾ ഉള്ള ട്രെയിൻ വ്യൂസ് ഭയങ്കര ഭംഗിയാണ്. എസ്പെഷ്യലി അവരുടെ ഒരു വയലുകളും. 2 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ ഗീതാക്കയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഫൈനലി മധുര എത്തി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രേക്ക്ഫാസ്റ്റ് വേണം. അപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് നോക്കിയപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാൽ തന്നെ നല്ലൊരു വിൻറ്റേജ് സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നല്ല ഇഡ്ഡലി, പൂരി, മസാല ദോശ എല്ലാം ഓർഡർ ചെയ്തു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു. ഞങ്ങളെ കൂടെ ഉള്ളതിൽ 2 പേര് നോർത്ത് ഈസ്റ്റ് നിന്നാണ്. അപ്പോൾ അവർ ഈ ഫിൽറ്റർ കോഫിയും സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് തന്നെ PM ആദ്യമായിട്ടാണ് ഫിൽറ്റർ കോഫി കുടിക്കുന്നത്. അപ്പം അക്ക എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കോഫി എല്ലാവർക്കും ഇഷ്ടമായി. അതിനുശേഷം നമ്മളൊരു ഓട്ടോ എടുത്ത് അക്കാടെ ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ ഓട്ടോവിനൊരു പ്രത്യേകത ഉണ്ട്. ഷെയർ ഓട്ടോസ് ഞാൻ പോണ്ടിച്ചേരി പഠിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സാധാ ഓട്ടോ കുറച്ചും കൂടെ വലുതായിട്ട് അതിൽ കുറച്ച് സ്റ്റെപ്പായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ ആ ഓട്ടോയിൽ കയറിയപ്പോൾ ഞങ്ങൾ ഇത്ര പേര് ഒരുമിച്ചൊരു ഓട്ടോയിലാണ് പോയത്. പക്ഷേ രസമായിരുന്നു. അങ്ങനെ അക്കാടെ വീട്ടിലെത്തി. എല്ലാവരും നല്ല ടയേർഡായതുകൊണ്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ അക്ക നല്ല ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വെജിറ്റേറിയൻ മധുരൈ സ്റ്റൈൽ ഫുഡ്. ഞാൻ കഴിക്കാത്ത കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഭയങ്കര സാറ്റിസ്ഫൈഡായി. ടയേർഡായി വന്നപ്പോൾ നല്ലൊരു വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഊണും അവരെ സ്വീറ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുരക്കാരുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. അവരെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ആൾക്കാരാണ്. ഫുഡ് കഴിക്കാനും കഴിപ്പിക്കാനൊക്കെ നമ്മൾ കോഴിക്കോടുകാരോ പറയുന്ന പോലെ തമിഴ്നാട്ടിലെ ഒരു കൈൻഡ് ഓഫ് കോഴിക്കോടെന്ന് തന്നെ പറയാം. ലഞ്ച് കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പോയത് അവിടുത്തെ മധുരൈ ഫേമസ് ജിഗർദണ്ഡ കഴിക്കാനാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണെങ്കിൽ എനിക്കെന്താ ഫീലായെന്ന് വെച്ചാൽ നമ്മളെ പാലട പായസമൊക്കെ കുൽഫി ഐസ്ക്രീമൊക്കെ ഇട്ട് തണുപ്പിച്ച പോലത്തെ ഒരു ടേസ്റ്റ്. മധുരയിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ജിഗർദണ്ഡ സ്പോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇത് ഇവിടുത്തെ ഒരു OG സ്പോട്ടാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ പേരും ഫേമസ് ജിഗർദണ്ഡ ഷോപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ പോയത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള തിരുമലൈ നായ്ക്കർ എന്ന് പറഞ്ഞിട്ടൊരു പാലസ് ഉണ്ട്. ഒരുപാട് മൂവീസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഒരു പിൻട്രസ്റ്റി വൈബൊക്കെ ആയിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മൂവിയിലുള്ള പോലെ തന്നെ തോന്നും. നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കണ്ട് അതിൻ്റെ ഒരു ആർക്കിടെക്ചറും ഒക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കളേഴ്സും അവരുടെ ഒരു മോഡൽസും എങ്ങനെ ഇവർ ഇത്രയും മുന്നേയൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പണിതുണ്ടാക്കിയതെന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഫോട്ടോസൊക്കെ എടുക്കുന്നു എല്ലാവരും. ലിമ വിൻസി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഫോട്ടോസൊക്കെ എടുത്തു. കൂടുതലൊന്നും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നമ്മളിങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട്
എല്ലാ സ്ഥലവും ഒന്ന് കാണുക, ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സ്ലോ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ അതൊന്നും അറ്റൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുള്ളതുപോലെ തോന്നിയില്ലേ? ഇവിടെ ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫേമസ് മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലേസ് മിസ്സാക്കണ്ട. വെറും 10 രൂപ മാത്രമേ ഇവിടെ മധുരൈ മീനാക്ഷി ടെമ്പിൾ കാണാനുള്ളതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ക്യൂവും ക്രൗഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കുള്ളിൽ കുറച്ച് കുട്ടികൾക്ക് ദർശനം കൂടെ ആവശ്യമുണ്ടായിരുന്നു. തന്നെ അവിടേക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സെൽഫി എടുക്കാൻ നോക്കുമ്പോഴൊക്കെ മുഖത്ത് നല്ല വെയിലടിക്കുമായിരുന്നു. പിന്നെ നമ്മൾ നേരെ മധുരൈ മീനാക്ഷി ടെമ്പിൾക്കാണ് പോയത്. ഇതേ കൂടെ പോയി അവരെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല രസമാണ് അവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ നടക്കാനും. പിന്നെ അവർക്ക് ഒരുപാട് കഥകളും ഇതുവരെ കഴിക്കാത്ത കുറച്ച് ഫുഡ് കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സിമിലർ ആയിട്ട് തോന്നില്ലേ? ഭയങ്കര ഡിഫറെൻറ്റ് ഫുഡ് കൾച്ചറാണ് മധുരേൻ്റെത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു കൈൻഡ് ഓഫ് നമ്മളെ പൂരിയല്ല, ബട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്നാക്കായിരുന്നു. അതിൽ അവർ കുറച്ച് പൊടിയൊക്കെ വെതറിയിട്ട് തരും. നല്ല ടേസ്റ്റ് ആയിരുന്നു. മധുരയിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. പിന്നെ അധികം ആരും പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞിട്ട് നമ്മൾ പോയൊരു സ്ഥലമാണ് ഈ 10 പില്ലേഴ്സ്. ടെമ്പിളിലേക്ക് പോകുന്ന ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മധുര മീനാക്ഷി ടെമ്പിൾ നമ്മൾ പോയി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ടെമ്പിളിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടം കൂടി ഒരു കട കാണുന്നത്. ഇത്ര ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുഡോ സ്വീറ്റ്സോ ആയിരിക്കും അവർ വിൽക്കുന്നതെന്ന്. ഈ പാവകൾ കണ്ടപ്പോൾ ഇത് ഞാൻ എവിടെയോ മുന്നേ കണ്ടിട്ടില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അക്കനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് 150 വർഷം പഴക്കമുള്ളൊരു ചന്ദനക്കടയാണ്. ചന്ദനമാണ്, അരച്ച ചന്ദനമാണ് അവരവിടെ വിൽക്കുന്നത്. അതുകൂടാതെ തമിഴിലെ വൺ ഓഫ് ദ ഫേമസ് ആക്ടർ ശശികുമാറിൻ്റെ ഒരു ഫാമിലി ഷോപ്പ് കൂടെയാണിത്. ഇവരുടെ ഈ ചന്ദനം വളരെ ഫേമസ് ആണ്. മധുരയിലെ ഡിസ്ട്രിബ്യൂഷനും ടെമ്പിൾസിലേക്കൊക്കെ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ അഹങ്കാരമൊന്നും അവർക്കില്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളടുത്ത് കുറേ നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഡിന്നർ കഴിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബട്ടർ ബൺ കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും വന്നത് വേർത്തായി. നല്ല രസമുണ്ടായിരുന്നു അവരുണ്ടാക്കുന്ന കാണാനൊക്കെ. രാത്രിയിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ കാണിച്ചു തരാം അവരെങ്ങനെ ബട്ടർ ബൺ ഉണ്ടാക്കുന്നത്. എനിക്ക് മധുരം ഒരുപാട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പീസ് മാത്രമേ കഴിച്ചുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ബട്ടറും പഞ്ചസാരയും ഒക്കെ അവരിടുന്നുണ്ടായിരുന്നു. ഇത്രയും ഷുഗറും പിന്നെ ഇങ്ങനത്തെ ബട്ടറൊക്കെ യൂസ് ചെയ്തത് അൺഹെൽത്തി ആണെന്നറിയാം. സോ എപ്പോഴും ഒന്നും കഴിക്കാൻ പറ്റില്ല. ബട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്താ ഇതെന്ന്. ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഇതിന് നല്ല ഫാൻ ബേസ് ഉണ്ട്. പുറത്തുനിന്നും ആൾക്കാർ ഇത് വന്ന് കഴിക്കുന്നുണ്ട്. ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതി. ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതി. ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി, ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത്. മധുരയിൽ വന്നിട്ട് എങ്ങനെ ബൺ പൊറോട്ട കഴിക്കാതെ പോകുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. ബൺ പൊറോട്ടയും മട്ടനൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായത്. പക്ഷേ ഓർഡർ ചെയ്ത് വീട്ടിലോട്ട് വന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ 4 പേർക്ക് 2 ബട്ടർ ബണ്ണാണ് വാങ്ങിച്ചത്. കാരണം ഓൾറെഡി ഡിന്നർ കഴിച്ചതുകൊണ്ട് ആർക്കും അത്ര വിശപ്പില്ലായിരുന്നു. ഫസ്റ്റ് ബൈറ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ലക്ഷ്മി ബട്ടർ ബൺ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഞാൻ കാണിച്ച എല്ലാ ലൊക്കേഷൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ മധുരയിൽ പോയാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. എല്ലാം ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. ഈ വീഡിയോ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ക്യാപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മധുരൈ ഡേ 2ൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഞാൻ എഡിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ശരി.